സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. ഇന്ന് രാവിലെ രേഖാമൂലവും അല്ലാതെ മൊബൈലിലൂടെയും രക്ഷകർത്താക്കൾ എന്നോട് വിളിച്ച് പരാതിപ്പെടുകയുണ്ടായി. കേരളം പോലെ ഉയർന്ന ജനാധിപത്യ ബോധവും മതനിരപേക്ഷ സംസ്കാരവുമുള്ള ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണിത്. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല. ജാതിമത ചിന്തകൾക്കപ്പുറം കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഒന്നിച്ച് വളരുകയും ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. അവിടെ വേർതിരിവിൻ്റെ വിഷവിത്തുക്കൾ പാകാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഓണവും ക്രിസ്മസും പെരുന്നാളും എല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുപോലെ ആഘോഷിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം ഒത്തുചേരലിലൂടെയാണ്. ആഘോഷം നിശ്ചയിച്ച് പണം പിരിച്ച ശേഷം അത് വേണ്ടെന്ന് വച്ച് പണം തിരികെ നൽകിയ നടപടി കുട്ടികളുടെ മനസ്സിനെ മുറിവേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ക്രൂരമായ നടപടിയും കൂടിയാണ്. ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധ്യതയുണ്ട്. എയ്ഡഡ് അൺഎയ്ഡഡ് ആയാലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്കും വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും അനുസൃതമായിട്ടാണ്. സങ്കുചിതമായ രാഷ്ട്രീയ വർഗീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഇടവുമായി വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകും. പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സഹജീവി സ്നേഹവും ബഹുസ്വരതയും പഠിപ്പിക്കേണ്ടവയാണ് വിദ്യാലയങ്ങൾ. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ മാത്രം വിലക്ക് ഏർപ്പെടുത്തുന്നത് വിവേചനമാണ്. ഇത്തരം പ്രവണതകൾ വച്ചുപൊറുപ്പിക്കില്ല. വിഷയത്തിൽ അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകും. കുട്ടികളെ കുട്ടികളായി കാണുക, അവരെ വർഗീയതയുടെ കള്ളികളിൽ ഒതുക്കാതിരിക്കുക. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അന്തസ്സിനും പാരമ്പര്യത്തിനും കോട്ടം തട്ടുന്ന ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുവദിച്ചു നൽകിയില്ല. ഇപ്പോൾ ചില സംഘടനകളുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്നും ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള കൊടി തോരണങ്ങൾ എടുത്തു മാറണമെന്നും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൽ അങ്ങനെ പരിചയമുള്ള കാര്യങ്ങളല്ല, കേരള ജനതയ്ക്കും പരിചയമുള്ള കാര്യങ്ങളല്ല. ഈ വിഷയം ഗവൺമെൻറ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, ഒരു മതേതരത്വ സമൂഹത്തിന് അങ്ങേറ്റത്തെ ബഹുമാനവും പിന്തുണയും കൊടുക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കേരളീയ ജനങ്ങളാകെ തന്നെ ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഓരോ സ്കൂളുകളിലും ഉണ്ടാകുന്ന വേർതിരിവുണ്ട്. വേർതിരിവ് അവസാനം സംഘർഷങ്ങളിലെത്തിക്കും, കലാപങ്ങളിലെത്തിക്കും, മറ്റ് ഗൗരവമുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലെത്തിക്കും നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. RSS ആഗ്രഹിക്കുന്നത് അതാണ്. അത് കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.